ഉണർവിന് തടസ്സമായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് മുഖപക്ഷം നോക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സഭയ്ക്കകത്ത് വരുന്ന പലരെയും വലിയവനെന്നും ചെറിയവനെന്നും വേർതിരിച്ച് ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. ഏറ്റവും ഭയങ്കരമായ ഒരു സഭകൾക്കകത്ത് ഒരു ചേരിതിരിവ്, വേർതിരിവ്, കൂടുതൽ ദശാംശം തരുന്നവൻ, കൂടുതൽ ഓഫറിങ് ഇടുന്നവൻ, കൂടുതലായിട്ട് നല്ല ഡ്രസ്സ് ധരിച്ച് വന്ന്, കൂടുതൽ ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾ, നല്ല ഫാമിലിയായിട്ട് നല്ല കാറിലൊക്കെ വരുന്നവരെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തുക, മറ്റുള്ളവരെയൊക്കെ തഴയുക, അല്ലെങ്കിൽ ദശാംശം കൂടുതൽ കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നവരെ എന്ന് പറയും. അവരുടെ ഉദ്ദേശവും അവരുടെ ഉദ്ദേശവും ഞങ്ങൾക്ക് ഈ സഭയിൽ മുൻപന്തിയിൽ ഇരിക്കണം, മുൻ സ്ഥാനം കിട്ടണം. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ സഭയിൽ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. അപ്പോൾ അനേക സഭകൾ നമ്മൾ നോക്കുമ്പോൾ, ഞാനൊരു ചർച്ചിൽ എന്നെ വിളിച്ച് ഞാൻ ആ സഭയിൽ പോയപ്പോൾ അവിടെ കണ്ട കാര്യം, ഏറ്റവും ഫ്രണ്ട് ഒരു കസേര മാത്രം കാലിയായിട്ട് കിടക്കും, ബാക്കി എല്ലാം ഫുള്ളായി കിടക്കുകയാണ്. ആ കസേരയിൽ മാത്രം ഒരാളില്ല. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ, ബാക്ക് സൈഡിലൊന്നും കസേര ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഓടി വന്ന് ആ ഫ്രണ്ടിലുള്ള കസേരയിൽ ഇരുന്നതും അവിടുത്തെ പാസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് എഴുതിക്കടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഏറ്റവും ബാക്ക് സൈഡിൽ കൊണ്ട് അവിടെ ഇരുത്തുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്തായിരിക്കും ഇത് കാരണം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ കമ്പനിയുടെ ഒരു മാനേജർ അവിടെ വന്നു. അദ്ദേഹമാണ് ആ കസേരയിൽ എല്ലാ ദിവസവും ഇരിക്കുന്നത്. അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു. മീറ്റിങ്ങിനിടയിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് എന്നെ വിളിച്ച വ്യക്തിയോട് ചോദിച്ചത്, ആരാണ്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റേ ആൾ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, പക്ഷേ ഈ സഭയിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വാക്കേ കൊടുത്തിട്ടുള്ളൊന്നും ചെയ്തിട്ടില്ല. സഭ ബിൽഡിംഗ് പണിയാനൊക്കെ പണം കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് എല്ലാ ദിവസവും ഇവിടെ ഇരിക്കുന്നത്, എല്ലാ ആഴ്ചയും ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിനുള്ളതാണ് ഈ കസേര. അപ്പോൾ നമ്മുടെ സഭയുടെ രീതി ഇതാണ്. മറ്റൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ സഭ നടത്തുന്നത് പാസ്റ്ററല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ല, അവിടെ കമ്മിറ്റിക്കാരാണ് നടത്തുന്നത്. ഗസ്റ്റായിട്ട് ചെന്ന ഞാൻ 1 മണിക്കൂർ വരെ ഇവരുടെ 12 മണിക്കാണ് മെസ്സേജ് തരാമെന്ന് പറഞ്ഞത്. 12 മണിക്ക് അവിടെ സെക്രട്ടറി എഴുന്നേറ്റ് അവരുടെ മിൻസ് വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അതൊക്കെ വായിച്ചൊക്കെ തീർന്ന് 1 മണിക്കൂർ കഴിഞ്ഞു, എൻ്റെ ടൈം കഴിഞ്ഞു. പിന്നീട് പാസ്റ്റർ റിക്വസ്റ്റ് ചെയ്ത് കാല് പിടിച്ച് വിളിച്ച ആളിന് ഒരു 5 മിനിറ്റെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് സമയം തന്ന ഒരു സംഭവം. അപ്പോൾ പല സഭകൾക്കകത്തും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ല ഇത് സഭ നടത്തുന്നത്, മനുഷ്യരാണ് നടത്തുന്നത്. മനുഷ്യർ നടത്തുന്ന എല്ലാ സഭകളിലും ഉണർവിനും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും പിതാപുത്ര പരിശുദ്ധാത്മാവ് സഭകളിലില്ല. ഒരു സഹോദരി ഒരിക്കലും ഒരു സഭയുടെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം പാവപ്പെട്ട ഒരു സഹോദരിയാണ്. ആ സഹോദരി കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ ചുമലിൽ തൊട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവായ യേശു. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മകളെ, എത്രയോ വർഷങ്ങളായി ഈ സഭയ്ക്ക് വെളിയിലാണ് ഞാൻ, ഈ സഭയ്ക്കകത്ത് അവരാണ് ഭരണം ചെയ്യുന്നത്. ഇന്ന് അനേക സഭകൾക്കകത്ത് മനുഷ്യർ റൂള് ചെയ്യുന്ന സഭകൾ. അവിടെ മുഖപക്ഷമുണ്ട്, അവിടെ വർണ്ണ വ്യത്യാസങ്ങളുണ്ട്, പണക്കാരനെന്നും പാവപ്പെട്ടനെന്നും വേർതിരിവുണ്ട്, അവിടെ ദശാംശം കൊടുക്കുന്നവനും കൊടുക്കാത്തവനെന്നും വേർതിരിവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സഭകൾക്കകത്ത് ഒരിക്കലും ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ആ സഭ വളരുകയില്ല. അതൊരു ഫിഷ് ടാങ്ക് പോലെ ആയിരിക്കും. ഒരു ഫിഷ് ടാങ്കിനകത്ത് പിടിച്ചിട്ട കുറച്ച് മീനുകൾ അതിങ്ങനെ കിടക്കുന്നു. അപ്പോൾ അതിന് വളർച്ച ഉണ്ടാകണമെന്നില്ല. അവിടെ ഒരു മനുഷ്യൻ നടത്തുന്ന സഭകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന സഭകൾ, മുഖപക്ഷമുള്ള സഭകൾ, ആ സഭകൾക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. അവിടെ റിവൈവൽ നടക്കത്തില്ല. ഈ നാടുകളിൽ നമ്മുടെ സഭകൾക്കകത്ത് വലിയവനെന്നും ചെറിയവനെന്നും കാറിൽ വരുന്നവനെന്നും നടന്നു വരുന്നവനെന്നും പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും ഉള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണർവ്, ഞാൻ 41 ദിവസം ഉണർവ്, 120 ദിവസം ഉണർവ് മീറ്റിങ്ങുകൾ വയ്ക്കുന്നു, 7 ദിവസത്തെ ഉണർവ് മീറ്റിംഗ് വയ്ക്കുന്നു. അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ പലപ്പോഴും ചിരിയാണ് വരുന്നത്. കാരണം അവർ ദൈവത്തെയും കൂടെ പരിഹസിക്കുകയാണ്. കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറാതെ ആ സഭയിൽ വരുന്ന ജനങ്ങളെ യേശുവിനെ പോലെ മനസ്സുള്ളവരായി എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയാത്ത ഒരു സഭകളിലും ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ആ സഭയിൽ റിവൈവൽ നടക്കത്തില്ല. എത്രയോ സഭകളിൽ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ, 7 ദിവസത്തെ മീറ്റിംഗ്, ഡുനാമിസ് എന്നൊക്കെ പറഞ്ഞൊക്കെ എന്തൊക്കെയോ പേരുകളിട്ട് ഇവർ പാസ്റ്റേഴ്സിനെ, ഗസ്റ്റുകളെയൊക്കെ വിളിച്ച് നമ്മൾ ഉണർവിന് വേണ്ടി, റിവൈവലിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ദൈവദാസൻ നെടുമങ്ങാട് ഞങ്ങളുടെ സഭ സ്ഥിതി നെടുമങ്ങാടാണ്. ഒരു പാസ്റ്ററെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ സഭയിൽ ഞാൻ വരുന്നില്ല. എന്താ കാരണം?
അതിന് കാരണം അവിടെ ഒരു സാധാരണ പിന്നെ സമൂഹത്തിലെ അത്രത്തോളം ഉന്നതരായ വ്യക്തികളല്ലല്ലോ. നിങ്ങളുടെ സഭയിൽ വരുന്നത് വെറും പാവപ്പെട്ട ജനങ്ങളാണല്ലോ. അവിടെ എന്നെ താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ അവിടെ വന്നാൽ എൻ്റെ ചാർജ്, അല്ലെങ്കിൽ എനിക്ക് ഹോട്ടൽ, അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ, എൻ്റെ അക്കോമഡേഷൻ, എൻ്റെ ഫുഡ്, എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ്, എൻ്റെ ടീമിൻ്റെ എക്സ്പെൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുമോ? കാരണം അവിടെ വെറും പാവപ്പെട്ടവരാണ്. ശ്രീജു ഒരു കാര്യം ചെയ്യണം, ശ്രീജു കുറച്ചുകൂടെ സമൂഹത്തിലെ ഉന്നതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം യേശുക്രിസ്തു ഒരിക്കലും, കർത്താവിൻ്റെ 4 സുവിശേഷങ്ങൾ ഒരിക്കലും പിന്നെ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് പലരും പറയുന്നത്. നിങ്ങളുടെ സഭയ്ക്കകത്ത് പാവപ്പെട്ടവരല്ല വരേണ്ടത്, അല്ലെങ്കിൽ പണക്കാരെ മാത്രം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതന്മാർ മാത്രം വന്നാൽ മാത്രമേ അത് സഭയാകെ മാറത്തുള്ളൂ എന്നൊരു ചിന്താഗതി, ആ ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം. പലരും പ്രാർത്ഥിക്കുന്നത് വലിയ വലിയ കോടീശ്വരന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് അവർ വരട്ടെ, ഇവർ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എൻ്റെ സഭയിൽ ജാതികൾ രക്ഷിക്കപ്പെട്ട് വരണം, എല്ലാ മനുഷ്യരും, രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ രക്ഷ അനുഭവിക്കപ്പെടേണ്ടതിന് പിന്നെ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജാതി നോക്കാതെ, മതം നോക്കാതെ, മുഖപക്ഷം നോക്കാതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നൊന്നും നോക്കാതെ സകല മനുഷ്യരും, സകല മാനവരാശിക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമി വന്നത്. യേശുക്രിസ്തു ഈ ഭൂമി വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഉന്നതന്മാർക്ക് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തു വന്നതെങ്കിൽ ഈ ലോകത്തിൽ മാനുഷികമായി നോക്കിയാൽ ഏറ്റവും വലിയ ഉന്നതന്മാർ യഹൂദന്മാരാണ്. ആ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ യേശു വന്നത്? യേശുവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം നമ്മളെല്ലാം പ്രസംഗിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്നത് മാനവരാശിയുടെ രക്ഷകനാണ് യേശു എന്നാണ്. പക്ഷേ ഇന്ന് പലരുടെയും പ്രസംഗവും ശുശ്രൂഷകളും മാനവരാശിയുടെ രക്ഷകനാണെന്നല്ല, ഇന്ന് സമൂഹത്തിലെ ഉന്നതന്മാർക്ക് വേണ്ടി മാത്രമുള്ള യേശുവാക്കി സഭകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് റിവൈവൽ നടക്കുന്നത്? ഒരിക്കലും റിവൈവൽ നടക്കത്തില്ല. ഗോഡ് ബ്ലസ് യു.